മുനമ്പം വിഷയത്തിൽ ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിരിക്കുന്നത്. സമരസമിതി ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നോക്കാം. ചേട്ടൻ, നിലവിൽ ഇപ്പോൾ ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ച ഭൂമിയാണ്. അതാണ് അസറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഞങ്ങളുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കണമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് സർക്കാരിനെ അറിയിക്കും? തീർച്ചയായിട്ടും അറിയിക്കും. ഞങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരും SNDPയുടെ നേതൃത്വവും ധീവര സമുദായത്തിൻ്റെ നേതൃത്വം എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ച് ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഈ സമരത്തിന്റെ രീതി ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ, അതോ അതിന്റെ സമരത്തിന്റെ രീതി മാറുമോ? ഇല്ല, സമരത്തിന്റെ രീതി മാറില്ല, സമരം തന്നെ മുന്നോട്ട് പോകും. ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അതാണ് കാര്യത്തിൽ വേണ്ട ചർച്ച ഉണ്ടായിട്ടില്ലെന്നാണോ? അതല്ല, ശരിയായ രീതിയിലുള്ളൊരു ചർച്ച ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നില്ല. അതാണ് കാരണം. ഞങ്ങൾക്ക് ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അസറ്റിൽ നിന്ന് എടുത്ത് മാറ്റിത്തരും, വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത്രയും വൈകി വരെ കാത്തിരുന്നിട്ട് ഒരു അനുകൂലമായ ഒരു തീരുമാനമല്ല ഉണ്ടായത്. അതെ. ഞങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. വീണ്ടും അത് തന്നെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ഈ സമരം ഇവിടെ സമരപന്തലിൽ തന്നെ തുടരുകയാണോ? എങ്ങനെയാണ് ഇനി അടുത്ത നീക്കങ്ങൾ, എങ്ങനെയാണ് അടുത്ത തീരുമാനങ്ങൾ? അടുത്ത തീരുമാനം കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഇപ്പോൾ ചെറുതായിട്ടൊരു ന്യൂസ് വന്നതിൻ്റെ പുറത്താണ് ഈ കാണുന്ന കോലാഹലങ്ങൾ. ഇത് വളരെ മോശമായി പോയി. ഇനിയൊരു കമ്മീഷൻ്റെ ആവശ്യമില്ല. ഈ കേരളത്തിൽ സകല ആൾക്കാർക്കും അറിയാം ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. ആ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ അറിയാം ഇത് വഖഫ് അല്ല എന്നുള്ളത്. ഇനി ഇതിനു വേണ്ടി ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ പ്രതീക്ഷയോടും ഞങ്ങൾ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ മനസ്സാകെ മരവിച്ചു പോയി. ഇനി ശക്തമായ സമരത്തിലോട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. അതായത് മുനമ്പത്തെ സമരം ഇനിയും ശക്തമാകും. ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് മുനമ്പത്തെ തീരദേശവാസികളും സമരസമിതിയും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം സൈഫുനിസ അലിയാർ, റിപ്പോർട്ടർ, കൊച്ചി.